ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 512ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള വെള്ളൂർ 8-ാം മൈലിലൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. നിങ്ങൾക്ക് എല്ലാ പ്രോപ്പർട്ടികളുടെ വീഡിയോ അപ്ഡേറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിതാ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. KK റോഡ് ഹൈവേ തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന 12 സെൻറ്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമുകളുള്ള, മുകളിലോട്ട് നല്ല പണിയാവുന്നതുകൊണ്ടാണ് താഴെ 2 ബെഡ്റൂം കൊടുത്തേക്കുന്നത്. എന്നാൽ നമുക്ക് 3 ബെഡ്റൂമിൻ്റേതായിട്ടുള്ള നമുക്ക് താഴത്തെ ഫ്ലോറിൽ ലഭിക്കുന്നുമുണ്ട്. കാരണം ഒരു സ്പേസ് നമുക്ക് ഓപ്പണായിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് 3ാമത്തെ ബെഡ്റൂം വേണേൽ കൊടുക്കാം. അത് നമുക്ക് അകത്ത് വ്യൂസ് കാണുമ്പോൾ നമുക്ക് കാണാം. കിണറാണ്, ധാരാളം വെള്ളം ലഭിക്കുന്ന ഏരിയയാണ്. വെള്ളത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഏരിയയാണ്. 150 മീറ്റർ മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. ഹൈവേയിൽ തന്നെയുള്ള മെയിൻ ജംഗ്ഷനിലൊന്നാണ് ബസ് സ്റ്റോപ്പ്. നമ്മുടെ വീടിൻ്റെ ബാക്ക് വശവും സൈഡ് വശവും എല്ലാം നമുക്ക് കാണാം. ധാരാളം ചെടികളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ ഈ പ്രോപ്പർട്ടി വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാനുള്ള ഇടങ്ങളും എല്ലാം ഈ പ്രോപ്പർട്ടി തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തെങ്ങും അതുപോലെ തന്നെ മറ്റുമെല്ലാം ഈ ഒരു പ്രോപ്പർട്ടി തേക്കിൻ്റെ മരങ്ങളുണ്ട്. തേക്കിൻ്റെ 2 മരങ്ങൾ ഈ പ്രോപ്പർട്ടി തന്നെയുണ്ട്. അതുപോലെ അത്യാവശ്യം വേണ്ട എല്ലാ ചെറിയ ചെറിയ ചെടികളും അതുപോലെ തന്നെ തെങ്ങിൻ തൈകളും എല്ലാം തന്നെ ഈ പ്രോപ്പർട്ടി തന്നെയുണ്ട്. ഒരൽക്കുകയിലാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. കായ്ക്കുന്ന മാവൊക്കെ ഈ പ്രോപ്പർട്ടി തന്നെയുണ്ട്. 3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാമ്പാടി ടൗണിലോട്ടുള്ള ദൂരം. നമ്മുടെ വീടിൻ്റെ ആ ഒരു ബാക്ക് വശമെല്ലാം നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണും. അരകല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും ധാരാളം നമുക്ക് ഇടയുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു അടുക്കളയുടെ ആ ഭാഗത്തു നിന്ന് ഇറങ്ങുന്നിടത്തൊരു ചെറിയ ഒരു ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയയിലും അത്യാവശ്യം ഇടയെല്ലാം നൽകിയിട്ടുണ്ട്. എല്ലാ സൈഡും ബൗണ്ടറി വാളെല്ലാം കെട്ടി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അതിൻ്റേതായിട്ടുള്ള നിലയിൽ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. 4.2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മണർകാട് ജംഗ്ഷനിലോട്ടുള്ള ദൂരം. മെയിനായിട്ട് പാമ്പാടി, മണർകാട്, പുതുപ്പള്ളി എല്ലാ ഏരിയയിലെ ആ ഏരിയ ആയിട്ടെല്ലാം ബന്ധപ്പെടാനായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വേഗം കഴിയും. 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. നമ്മളിതാ കറങ്ങി നമ്മുടെ കാറ് പോർച്ചിലെത്തിയിരിക്കുകയാണ്. കാർ പോർച്ചിൻ്റെ ആ ഒരു ഏരിയ ഇതാ സിറ്റ് ഔട്ടാണ്. തൊട്ടടുത്ത് തന്നെ കാർ പോർച്ചും ഉണ്ട്. കാർ പോർച്ച് ഒരു വണ്ടിക്ക് സുഖമായിട്ട് കയറി കിടക്കാവുന്ന, ഒരു 3-4 വണ്ടിക്ക് സുഖമായിട്ട് നമ്മുടെ മറ്റും പരിസരത്തും കയറി കിടക്കാവുന്ന ഇടയുണ്ട്. ഡബിൾ പാളി ഡോറാണ്. 2 ഇരുവശത്തായിട്ടും സിംഗിൾ ജനാലയൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നല്ലൊരു ലിവിങ് ഏരിയയാണ്. ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല. അതായത് ഈ ഒരു പോർഷനാണ് നമുക്കൊരു മുറിയായിട്ടും പിന്നെ ലിവിങ് ഏരിയ ആയിട്ടും ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നു. എന്നാൽ ഈ ഒരു ഏരിയ നമുക്ക് വേണം റൂമായിട്ട് എടുക്കുവാണെങ്കിൽ താഴെ നമുക്ക് ഒരു ബെഡ്റൂമായിട്ടും വേർതിരിക്കാൻ പറ്റും. ഇത് സെക്കൻഡ് റൂമാണ്, 2ാമത്തെ ബെഡ്റൂം. അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം നൽകിയിട്ടുണ്ട്. ഇതൊരു അടുത്ത ബെഡ്റൂമാണ്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം നൽകിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം പോലെ നൽകിയിട്ടുണ്ട്. ഇത് കിച്ചൻ്റെ സ്പേസ്, അത്യാവശ്യം സ്റ്റോറേജ് പ്ലേസ് എല്ലാം നൽകി ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അവിടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ ആഗ്രഹിച്ചില്ല. കാരണം താമസിക്കുന്ന ഒരു വീടായതുകൊണ്ട് അധിക സമയം നമുക്ക് വീഡിയോ എടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ നിങ്ങൾക്ക് നേരിട്ട് കാണാനൊരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ ക്യാപ്ഷനിലും തമ്മിലും കൊടുത്തിട്ടുണ്ടാവും. 8-ാം മൈലിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട. RIT എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാം അടുത്തുള്ള ആണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഇതര സ്ഥാപനങ്ങളും ചർച്ചുകളും അതുപോലെ എല്ലാ മതക്കാരുടെയും ചർച്ചുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മുസ്ലിം പള്ളി വരെ തൊട്ടടുത്തായിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.